ഗുഡ് മോർണിംഗ് ഓൾ. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെഷ്യൽ ടേംസ് യൂസ്ഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? സബ്സ്ക്രിപ്ഷൻ, അത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതോ ഒരു എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തത് സാലറിയെ പറ്റി അല്ലേ. പിന്നീടോ സ്റ്റേഷനറി ഐറ്റംസ് കൺസ്യൂംഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ഐറ്റമാണ്, സ്പെഷ്യൽ ഫണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്പെഷ്യൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ്? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ കരുതി വെക്കുന്ന അവരുടെ ഒരു കരുതൽ ധനം എന്ന് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഫണ്ടിനെ പറയാം. ഇത് ഇവര് എവിടെയാണ് രേഖപ്പെടുത്താറുള്ളത്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ് ഇനത്തിലായിരിക്കും ഇവരെപ്പോഴും ഇത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു റിസർവായിട്ട് ഇവരെപ്പോഴും സൂക്ഷിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഫണ്ടുകൾ. പ്രധാനമായിട്ടുമുള്ള സ്പെഷ്യൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതൊക്കെയാണ്? യെസ്, ടൂർണമെൻറ്റ് ഫണ്ടുണ്ട്, മാച്ച് ഫണ്ടുണ്ട്, പ്രൈസ് ഫണ്ടുണ്ട്, സ്പോർട്സ് ഫണ്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സ്പെഷ്യൽ ഫണ്ടുകൾ ഉണ്ട്. സാധാരണ സ്പെഷ്യൽ ഫണ്ട് എവിടെയാണ് കാണിക്കാറുള്ളത്? ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും സ്പെഷ്യൽ ഫണ്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഫണ്ടുകളെ പറ്റിയിട്ടും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. അപ്പം ഉദാഹരണത്തിന് പിന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ സ്പെഷ്യൽ ഫണ്ടുകൾ സാധാരണ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതെവിടെയായിരിക്കും സാധാരണ രേഖപ്പെടുത്തുന്നത്? ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇനി കൂടാതെ സ്പെഷ്യൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഫണ്ട് എക്സ്പെൻസസുകൾ ഉണ്ടാവാം, സ്പെഷ്യൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണേഷൻസ് ഉണ്ടാകാം, പിന്നെ ഈ സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടാകാം. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ടൂർണമെൻറ്റ് ഫണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ എവിടെയായിരിക്കും രേഖപ്പെടുത്തുന്നത്? ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും ആണല്ലോ. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ശരി. ഈ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് ലഭിക്കും അല്ലേ. ഈ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെയായിരിക്കും രേഖപ്പെടുത്തുന്നത്? എവിടെയായിരിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പറ്റും. അത് വരുമാനമല്ലേ? പാടില്ല. ഈ സ്പെഷ്യൽ ഫണ്ടുമായി ലഭിക്കുന്ന സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഇനത്തിൽ ലഭിക്കുന്ന ഒരു വരുമാനവും നമ്മൾ എവിടെ രേഖപ്പെടുത്താറില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറില്ല. പകരം അതെന്തേ ചെയ്യാറുള്ളൂ? സ്പെഷ്യൽ ഫണ്ടിനോട് നമ്മൾ കൂട്ടിയാണ് എടുക്കേണ്ടത്. സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുന്ന ഐറ്റത്തിനോട് കൂടി ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാവുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കി, ഈ സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിലോ ആ എക്സ്പെൻസസിനെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്താൻ പറ്റുമോ? പാടില്ല. ഒരു കാരണവശാലും രേഖപ്പെടുത്താനായിട്ട് പാടില്ല. പകരം നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്താറുള്ളത്? ഓക്കെ, എവിടെയാണ്? സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും ആ എക്സ്പെൻസസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. മാച്ച് ഫണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ എന്താണ്? സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഇനത്തിൽ എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ ടൂർണമെൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ മാച്ച് ഫണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഫണ്ടോ ആ ഇനത്തിൽ വരുന്ന ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായി കൂട്ടണം. എന്നിട്ടോ ഈ ടൂർണമെൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട് ഇനത്തിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഇത് എവിടെ രേഖപ്പെടുത്താൻ പറ്റില്ല, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് പിന്നെ സ്പെഷ്യൽ ഫണ്ട് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന്. നോക്കിയേ, നമ്മൾ സ്പെഷ്യൽ ഫണ്ടിനോടൊപ്പം എന്ത് ആഡ് ചെയ്യണം, ഡൊണേഷൻ ആൻഡ് ഇൻകംസ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ. അതായത് സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ ആ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലഭിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഡൊണേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കൂടാതെ ഈ സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകംസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പെഷ്യൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. പിന്നെ കൂടാതെ ലെസ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു സച്ച് ഫണ്ട്സ്. അതായത് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇത്രയും മാത്രമേ നമുക്ക് സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നുള്ളൂ. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻകംസ് വരുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. പകരം നമ്മൾ എന്താണ്, സ്പെഷ്യൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തില്ല. പകരം നമ്മൾ എവിടെ രേഖപ്പെടുത്തും, എവിടെയാണ് നമ്മൾ പിന്നെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ശരി, ഇനി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ മാച്ച് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ടൂർണമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഫണ്ട് ഈ പറയുന്ന ഐറ്റംസിൻ്റെ കൂടെ ആഡ് ചെയ്ത്, അതായത് അതുമായി ബന്ധപ്പെട്ട ഇൻകംസ് എല്ലാം നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫിഗറാണ് ലഭിക്കുന്നതെങ്കിൽ, മനസ്സിലായോ? നമ്മളെന്താണ്, നമ്മുടെ സ്പെഷ്യൽ ഫണ്ട് എല്ലാം കൂടി നമ്മൾ സ്പെഷ്യൽ ഫണ്ട് എഴുതി അതിൽ നിന്നും ഡൊണേഷന് ഉണ്ടെങ്കിൽ അത് കൂട്ടി, അതുമായി ബന്ധപ്പെട്ട ഇൻകംസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഒരു മൈനസ് ഫിഗർ ആണെങ്കിൽ അപ്പോൾ ഒരിക്കലും നമ്മൾ എവിടെ രേഖപ്പെടുത്തില്ല, നമ്മൾ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തില്ല. പകരം നമ്മൾ എവിടെയായിരിക്കും രേഖപ്പെടുത്തേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഫണ്ട് നമ്മൾ എഴുതുമ്പോൾ ആ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ ഡൊണേഷൻ കൂട്ടി, പിന്നെന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കൂട്ടി, ആ ഇൻകംസ് എല്ലാം നമ്മൾ കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഫിഗർ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഒരിക്കലും ആ നെഗറ്റീവ് ഫിഗർ നമ്മൾ എവിടെ രേഖപ്പെടുത്താറില്ല, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ രേഖപ്പെടുത്താറില്ല. പകരം ആ ഫിഗറിനെ നമ്മൾ എവിടെയായിരിക്കും രേഖപ്പെടുത്തേണ്ടത്, എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. ഷോ the following information in the financial statement of a not-for-profit organization. ടൂർണമെൻറ്റ് ഫണ്ട് 10,000 ആണ് തന്നിരിക്കുന്നത്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 20,000. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട് 7,000. സെയിൽ ഓഫ് ടൂർണമെൻറ്റ് ടിക്കറ്റ് 8,000. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് 1,000. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്.
ഓക്കെ, ഒരു ടൂർണമെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ടൂർണമെൻറ്റ് ഇനത്തിലുള്ള ഫണ്ട് 10,000 രൂപയാണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ആ ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ നമുക്കുണ്ടായ ചിലവ് 20,000 രൂപയാണ്. പിന്നെ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സ്പെഷ്യൽ ഫണ്ടുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്, ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ, അടുത്തത്. അപ്പം പറഞ്ഞതുപോലെ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇനത്തിൽ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? 10,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, അതായത് ടൂർണമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഡൊണേഷൻസ് ലഭിച്ചിരുന്നു. എത്ര രൂപയാണ്? 7,000 റുപ്പീസാണ് നമുക്ക് ഡൊണേഷൻ ലഭിച്ചത്. ഇനി അടുത്ത് സെയിൽ ഓഫ് ടൂർണമെൻറ്റ് ടിക്കറ്റ്, അതായത് ഈ ടൂർണമെൻറ്റ് നടക്കുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് കുറച്ച് ടിക്കറ്റ്സ് വിറ്റിരുന്നു. ആ ടിക്കറ്റ് വിറ്റ ഇനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ്. ഓക്കെ, 8,000 റുപ്പീസ്. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട്, അതായത് ടൂർണമെൻറ്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,000 റുപ്പീസാണ്. ഓക്കെ, ശരി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ ടൂർണമെൻറ്റ് ഫണ്ടൊക്കെ രേഖപ്പെടുത്തേണ്ടത്? ലയബിലിറ്റി സൈഡിൽ. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ അസറ്റ് സൈഡിൽ. ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ അതിന് പിന്നെ ഏതൊക്കെ സൈഡുകളാണുള്ളത്? ലയബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റാണ് വരയ്ക്കുന്നത്. രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ നമ്മൾ ടോട്ടൽ ചെയ്യോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ലയബിലിറ്റീസ് അല്ലേ. അടുത്തതോ എമൗണ്ട്, പിന്നെ അസറ്റ്സ്, എമൗണ്ട്. ഓക്കെ, കോളങ്ങളെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഐറ്റംസ് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഐറ്റംസ് നോക്കി. ഫസ്റ്റ് ടൂർണമെൻറ്റ് ഫണ്ടാണ് അല്ലേ. നമ്മൾ എഴുതേണ്ടത് എന്താണ്? ടൂർണമെൻറ്റ് ഫണ്ട്. അപ്പം ഞാൻ രേഖപ്പെടുത്താൻ പോവാണ്. ടൂർണമെൻറ്റ് ഫണ്ട് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഞാൻ എഴുതാൻ പോവാണ് ടൂർണമെൻറ്റ് ഫണ്ട്. എത്രയാണ് ടൂർണമെൻറ്റ് ഫണ്ട്? നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 10,000 റുപ്പീസാണ്. 10,000 രൂപ. ഓക്കെ, ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ട ഐറ്റം ഡൊണേഷൻസ് ആൻഡ് ഇൻകംസ്. ഏതെങ്കിലും ഡൊണേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യേണ്ട ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ്. അത് ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ല. അടുത്തത് ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ല. പിന്നെ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്താറുള്ളത്? യെസ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ട ഐറ്റമാണ്. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ല. അടുത്തത് ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, അതായത് ടൂർണമെൻറ്റ് ഫണ്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണേഷൻസ് ലഭിച്ചിരുന്നു. ആ തുക നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? അതെ, ഈ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ഞാൻ രേഖപ്പെടുത്താൻ പോവുകയാണ്. ആഡ് ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ്. എത്രയായിരുന്നു? 7,000 റുപ്പീസാണ്. 7,000 റുപ്പീസ്. ഓക്കെ, അപ്പം നമ്മൾ ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തല്ലോ. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യാനുള്ള ഐറ്റം ഏതാന്ന് നോക്കുക. ഏതാണ്? സെയിൽ ഓഫ് ടൂർണമെൻറ്റ് ടിക്കറ്റ്സ്. അതായത്
അതായത് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് ചെയ്തു, ഈ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് കുറച്ച് ടിക്കറ്റ്സ് ഒക്കെ സെയിൽ ചെയ്തിരുന്നു. ആ ഇനത്തിൽ അവർക്കൊരു 8,000 രൂപ 8,000 റുപ്പീസ് വരുമാനമായി ലഭിച്ചു. അപ്പം ഇത്തരത്തിലുള്ള തുക നമ്മൾ എവിടെ രേഖപ്പെടുത്തണം? ഈ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഫണ്ടുകളുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം എന്താ എഴുതണ്ടേ? ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ്സ് അല്ലേ? സെയിൽ ഓഫ് ടിക്കറ്റ്സ് എത്രയായിരുന്നു? 8,000 റുപ്പീസ് അല്ലേ? 8,000 രൂപയുടെ ടിക്കറ്റ്സ് അവര് വിറ്റിരുന്നു ആ ഇനത്തിൽ. അപ്പോൾ അത് പിന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനമല്ലേ, അതുകൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. അടുത്തത് ഏതാണ്? ഇൻകംസ്. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചില സാഹചര്യത്തിൽ അവർ സ്പെഷ്യൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇനത്തിൽ അവർക്കൊരു 1,000 റുപ്പീസ് വരുമാനമായി ലഭിച്ചു, ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പം ആ ഇൻട്രസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ഇൻട്രസ്റ്റ്. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട്. ടൂർണമെന്റ് ഫണ്ട് എത്ര കിട്ടിയേ? 1,000 രൂപ 1,000 റുപ്പീസ് ആണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചത്. അപ്പം ഇത്രയുമേ ഉള്ളൂ നമുക്ക് ഡൊണേഷൻ അല്ലെങ്കിൽ ഇൻകംസ് എന്ന് പറയാനായിട്ട്. ഡൊണേഷൻസ് ഇനത്തിൽ കിട്ടിയ നമ്മൾ എഴുതി, ബാക്കിയുള്ള ഇൻകംസ് എല്ലാം നമ്മൾ എഴുതി. അപ്പം ഇത് ഇത്രയും ഉള്ളൂ നമുക്ക് കിട്ടിയ ഇൻകംസ്. ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 26,000 റുപ്പീസാണ് കിട്ടിയത്. അത് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. 26,000. നമുക്ക് കൂട്ടിയതെല്ലാം കൂടി എത്രയാണ് ലഭിച്ചത്? 26,000 റുപ്പീസാണ്. ഇൻകം എല്ലാം കൂടി കൂട്ടിയപ്പോൾ 26,000 റുപ്പീസ് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് നമ്മളുടെ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഉണ്ടല്ലോ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എത്രയാണ്? 20,000 ആണ്. അപ്പം ടൂർണമെൻറ്റ് എക്സ്പെൻസസിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിഡക്റ്റ് ചെയ്യണം. ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. എത്രയായിരുന്നു ടൂർണമെൻറ്റ് എക്സ്പെൻസസ്? 20,000 രൂപ. നമുക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ലഭിക്കുന്നത്? 6,000 റുപ്പീസ് അല്ലേ? 26,000-ൽ നിന്നും 20,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ലഭിക്കേണ്ടത്? 6,000 റുപ്പീസ്. ഇവിടെ എഴുതാൻ പോവുകയാണ് 6,000. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ഐറ്റം മാത്രമേ നമുക്കിവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതാണ്? ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. പറഞ്ഞു ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കണം ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രേഖപ്പെടുത്തേണ്ടത്. അത് ഞാൻ രേഖപ്പെടുത്താൻ പോവുകയാണ്. ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 10,000 റുപ്പീസ് ആണ്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യൽ ഫണ്ടുകളെ നമ്മൾ സ്പെഷ്യൽ ഫണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്പെഷ്യൽ ഫണ്ട് ഷോൺ ഓൺ ദി liability side of the balance sheet and special fund investments shown on the asset side of the balance sheet. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻകവും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യും. എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ഇത്ര മാത്രമേ നമുക്ക് സ്പെഷ്യൽ ഫണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്പെഷ്യൽ ഫണ്ടിനെ തന്നെയാണ്. കാരണം മുമ്പേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത്
നമ്മളിപ്പം ടൂർണമെൻറ്റ് ഫണ്ട് എഴുതി, ടൂർണമെൻറ്റ് ഇൻകംസ് എല്ലാം അതിൻ്റെ കൂടി കൂട്ടി, അതിൻ്റെ കൂടെ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ അവിടെ നെഗറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ, മനസ്സിലായോ? നെഗറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എവിടെ രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇനി അതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഫിഗറുകളെല്ലാം പഴയതുപോലെ തന്നെ, നമ്മുടെ ഈ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് മാത്രം ഞാനൊന്ന് വ്യത്യാസപ്പെടുത്തി തരുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ ഫിഗറുകൾ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ടൂർണമെൻറ്റ് ഫണ്ട് എത്രയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്? 10,000 ആണ്. അത് നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതാൻ പോവുകയാണ് ടൂർണമെൻറ്റ് ഫണ്ട്. എത്രയായിരുന്നു ടൂർണമെൻറ്റ് ഫണ്ട്? 10,000 റുപ്പീസ് അല്ലേ? 10,000 ഞാനിവിടെ എഴുതി. അതിൻ്റെ കൂടെ നമ്മൾ എന്താ കൂട്ടിയത്? ഡൊണേഷൻസും ഇൻകംസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൂട്ടി. അപ്പം ഞാൻ അടുത്തത് എഴുതാൻ പോവുകയാണ്. ആഡ് ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് ഫണ്ട്. ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് ഫണ്ട് എത്രയായിരുന്നു? 7,000 റുപ്പീസ് അല്ലേ? ആ 7,000 ഞാനിവിടെ ആഡ് ചെയ്തു. പിന്നോ സെയിൽ ഓൺ ടൂർണമെന്റ് ടിക്കറ്റ്സ് അല്ലേ? സെയിൽ ഓഫ് ടൂർണമെന്റ് ടിക്കറ്റ്സ്. അതായത് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് അവർ ടിക്കറ്റ്സ് വിറ്റിരുന്നു. അതിൻ്റെ ഇനത്തിൽ അവർക്കൊരു 8,000 റുപ്പീസ് ലഭിച്ചിരുന്നു. അവർക്ക് ലഭിച്ചിരുന്നു. അപ്പം അത് നമ്മൾ എന്താണ്? ഇൻകമാണ്. അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യും. ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ്സ്. അതായിരുന്നു 8,000 റുപ്പീസ് അല്ലേ? പിന്നെ കൂടാതോ ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് നിക്ഷേപിച്ച ഇനത്തിൽ നമുക്കൊരു 1,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ലഭിച്ചു. അതും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പം എന്താ? ആഡ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട്. എത്രയായിരുന്നു? 1,000 റുപ്പീസ് അല്ലേ? നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെ നമ്മൾ ആദ്യം ടൂർണമെന്റ് ഫണ്ട് എഴുതി, അതിൻ്റെ കൂടെ ഡൊണേഷൻസ് ഫോർ ടൂർണമെന്റ് ഫണ്ട് ആഡ് ചെയ്തു. അതിനകത്തുനിന്ന് സെയിൽ ഓഫ് ടിക്കറ്റ്സ് വിറ്റ് ഇനത്തിലുള്ള 8,000 രൂപ കൂട്ടി. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് 1,000 രൂപ ഉണ്ടായിരുന്നു, അത് കൂട്ടി. അപ്പോൾ മൊത്തം നമുക്ക് എത്ര കിട്ടി? 26,000 റുപ്പീസ് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ലെസ് ടൂർണമെന്റ് എക്സ്പെൻസസ്. എത്രയായിരുന്നു അത്? ടൂർണമെന്റ് എക്സ്പെൻസസ് എത്രയാണ്? 27,000 ആണെന്ന് വെച്ചു. 27,000. നമ്മൾ നേരത്തെ ടൂർണമെന്റ് എക്സ്പെൻസസ് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി എത്രയാക്കി? 27,000 ആക്കി. നോക്കിയേ, 26,000 ആണോ വലുത്? 27,000 ആണോ വലുത്? ഓക്കെ, 27,000 ആണ് വലുത്. അപ്പോൾ എത്രൻ്റെ വ്യത്യാസമാണ് വന്നത്? 1,000 റുപ്പീസിൻ്റെ വ്യത്യാസമാണ് നമുക്കിവിടെ വന്നത് അല്ലേ? മൈനസ് ആണ്, നെഗറ്റീവ് ഫിഗറാണ്. -1,000 ആണ് വന്നത്. ഇതൊരിക്കലും നമുക്ക് എവിടെ രേഖപ്പെടുത്താൻ പറ്റില്ല? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ഇങ്ങനെ ഈ വിധത്തിൽ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്കിവിടെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നല്ലോ, അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് രേഖപ്പെടുത്തും? എന്താണ്? ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് രേഖപ്പെടുത്തും അല്ലേ? ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു അത്? 10,000 അല്ലേ? ഈ രീതിയിൽ നമുക്കിത് രേഖപ്പെടുത്താനായി സാധിക്കില്ല, ഈ നെഗറ്റീവ് ഫിഗറോടുകൂടി. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തേണ്ടത്? അന്നേരം നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലായിരിക്കണം ഇത്തരത്തിലുള്ളൊരു കേസ് വരുവാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ,
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് ഈ നെഗറ്റീവ് ഫിഗർ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ സ്പെഷ്യൽ ഫണ്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ആദ്യം അപ്പം നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. എൻ്റെ ഹെഡിങ് എഴുതാൻ പോവാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി ഞാൻ കോളങ്ങൾ വരയ്ക്കാൻ പോവാണ്. ആദ്യത്തെ കോളം നമ്മൾ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണെങ്കിൽ പോലും എഴുതുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ ഫസ്റ്റ് കോളം ഏതാ വരേണ്ടത്? ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ ആണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോളം എക്സ്പെൻഡിച്ചർ, പിന്നെ എമൗണ്ട്, ഇൻകം, എമൗണ്ട്. ഓക്കെ, ഇൻകം, എമൗണ്ട്. കോളത്തിന് ഞാൻ പേര് കൊടുക്കാൻ പോവാണ്, എക്സ്പെൻഡിച്ചർ, എമൗണ്ട്, ഇൻകം, എമൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലെ എക്സ്പെൻസസുകളെയാണല്ലോ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ് അല്ലേ? ആ ടൂർണമെൻറ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഏതാണ്? ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. ഫസ്റ്റ് ഐറ്റം അതാണ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. എത്രയായിരുന്നു ടൂർണമെൻറ്റ് എക്സ്പെൻസസ്? ഈ കേസിൽ 27,000 അല്ലേ? 27,000. ഓക്കെ, അപ്പം നമുക്കുണ്ടായിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്രയാണ്? 27,000 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അടുത്തത് നോക്കി, നമുക്ക് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, 10,000 രൂപയുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അല്ലേ? ആ ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾക്ക് മൊത്തം ഉണ്ടായിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് 27,000 ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ടൂർണമെൻറ്റ് ഫണ്ട്. എത്രയായിരുന്നു ടൂർണമെൻറ്റ് ഫണ്ട്? 10,000 അല്ലേ? അപ്പം നോക്കിയേ, ടൂർണമെൻറ്റ് ഫണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 17,000 റുപ്പീസ് അല്ലേ? 17,000 റുപ്പീസ് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ അടുത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ നോക്കണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തുണ്ട് ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്. അതായത് ടൂർണമെൻറ്റ് നടത്തുന്ന ഇനത്തിൽ നമുക്ക് ഡൊണേഷൻ ലഭിച്ചിരുന്നു. എത്രയാണ്? 7,000 റുപ്പീസ്. അതും ഇതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ലെസ് ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്. എത്രയാണ് നമുക്ക് ഡൊണേഷൻ ഇനത്തിൽ കിട്ടിയത്? 7,000 റുപ്പീസ് ആണ്. അപ്പോൾ ഇതാ ഞാനിത് ഈ 7,000 ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എത്ര വന്നു? കുറച്ചപ്പോൾ എനിക്ക് 10,000 രൂപ വന്നു. ഓക്കെ, ഈ 10,000മായി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ വലിയ ഇൻകവും ഉണ്ടോ ഈ എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട്? നോക്കി, സെയിൽ ഓഫ് ടൂർണമെൻറ്റ് ടിക്കറ്റ്സ് വിറ്റ ഇനത്തിൽ, അതായത് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിക്കറ്റ്സ് അവർ വിറ്റിരുന്നു. ആ ഇനത്തിൽ അവർക്കൊരു 8,000 രൂപ വരുമാനമായി ലഭിച്ചു. ഓക്കെ, അത് നമുക്കിതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ലെസ് സെയിൽ ഓഫ് ടിക്കറ്റ്സ് എത്രയായിരുന്നു? 8,000 അല്ലേ? 8,000 രൂപ ലഭിച്ചിരുന്നു. അപ്പോൾ എത്രയാണ് ബാക്കി നിൽക്കുന്നത്? 2,000 രൂപ. ഈ 2,000 രൂപയുടെ ഷോർട്ടേജ് പിന്നെയും ഇവിടെയുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഉണ്ട് 1,000 റുപ്പീസ് അല്ലേ? നമ്മൾ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇനത്തിൽ നമുക്കൊരു 1,000 രൂപ വരുമാനം ലഭിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട്.
ഫണ്ട് എത്രയായിരുന്നു? 1000 rupees അല്ലേ? കുറച്ച്. ഇപ്പം നമുക്ക് എത്രയാണ് ബാലൻസ് നിൽക്കുന്നത്? ഒരു 1000 രൂപ. കണ്ടോ? ഈ 1000 രൂപ ഇപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ചിലവിനത്തിൽ തന്നെ നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇപ്പോഴും ഒരു 1000 രൂപ എന്താണ് ചിലവിനത്തിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? ഈ വരുന്ന 1000-നെ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ മാച്ച് ഫണ്ടിൻ്റെ കൂടി മാച്ച് ഇൻകവും മാച്ച് അല്ലെങ്കിൽ ഡൊണേഷനും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത്, അതിൽ നിന്നും അതിൻ്റെ എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരിക്കലും നമുക്കൊരു ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. പകരം നമ്മൾ എവിടെ രേഖപ്പെടുത്തും? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലായിരിക്കണം ആ വരുന്ന ഫിഗറിനെ രേഖപ്പെടുത്തേണ്ടത്. അത് എങ്ങനെയായിരിക്കണം രേഖപ്പെടുത്തുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കുക, അവിടെ നമ്മൾ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് രേഖപ്പെടുത്തുക. ടൂർണമെൻറ്റ് എക്സ്പെൻസസിനകത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ടൂർണമെൻറ്റ് ഫണ്ട് ഡിഡക്റ്റ് ചെയ്യുക, പിന്നീട് ഡൊണേഷൻസ് ഡിഡക്റ്റ് ചെയ്യുക, പിന്നെ സെയിൽ ഓഫ് ടിക്കറ്റ്സ് ഡിഡക്റ്റ് ചെയ്യുക, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഡിഡക്റ്റ് ചെയ്യുക. ഇത്രയും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ലഭിക്കുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കണം നമ്മൾ എക്സ്പെൻഡിച്ചർ കോളത്തിലെ എമൗണ്ടിൽ കാണിക്കേണ്ടത്. ഇത്രയുമാണ് എനിക്ക് ഈ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കേസിൽ പറയാനായിട്ടുള്ളത്. ഇത് നന്നായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.